ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 58ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അനുപമ റിസോർട്ടിൻ്റെ അവളുടെ മുറിയിലേക്ക് ഫോൺ ചാർജിൽ വയ്ക്കാനായി കയറിപ്പോയി. ആരും കാണാതെ അവൾക്ക് പിന്നാലെ ചെന്ന ബാലചന്ദ്രൻ അവളുടെ റൂമിൽ കയറി അവളറിയാതെ വാതിൽ ചാരി വച്ചു. എൻ്റെ മോളെ, ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. അയാളുടെ ശബ്ദമിടറിയിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും എൻ്റെ മോള് ഈ അച്ഛനെ സ്നേഹിക്കണം. അയാൾ അവളുടെ കൈകളിൽ പിടിച്ചു. അനുപമയ്ക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. എന്തോ അയാളുടെ വാക്കുകളിൽ വേദനയുണ്ടെന്നും ആത്മാർത്ഥതയുണ്ടെന്നും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തോടെ അയാളെ നോക്കി നിന്നു. ഇതേ സമയം ഗായത്രി പാസേജിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് അനുപമയുടെ റൂമിന് മുൻപിലെത്തിയ റംസാൻ മിശ്രയെ അവർ കണ്ടത്. റംസാൻ അനുപമയെ കാണാൻ വേണ്ടി വന്നതാണോ? റംസാന് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അവൻ അത്ര നല്ല ആളല്ല. ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഗായത്രി പതിയെ മറഞ്ഞു നിന്നുകൊണ്ട് റംസാനെ ശ്രദ്ധിച്ചു. അവൻ അനുപമയുടെ റൂമിൻ്റെ പാതിചാരി വച്ച വാതിൽ തള്ളി തുറന്ന് പതുക്കെ ആരും കാണാതെ അകത്തേക്ക് കയറിപ്പോയി. ഗായത്രിയുടെ കണ്ണ് തള്ളിപ്പോയി. ഓഹോ, ഇവിടെ അപ്പോൾ എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ടല്ലേ. ഇത് ഉടനെ തന്നെ കിരണിനെ കാണിക്കണം. അനുപമയെ മറക്കാൻ കഴിയാതെ വേദനിക്കുന്ന കിരൺ ഈ കാഴ്ച കാണണം. അവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അവരെല്ലാവരും അറിയണം. ഗായത്രി ഓടിച്ചെന്ന് റംസാൻ കയറിപ്പോയ വാതിൽ പുറത്തുനിന്നും ലോക്ക് ചെയ്തു വച്ചു. താൻ കിരണിനെയും കൂട്ടി വരുമ്പോഴേക്കും അവനോ അവളോ പുറത്തിറങ്ങി പോവാൻ പാടില്ലല്ലോ. ശേഷം കിരണിനെ കൂട്ടുവാൻ വേണ്ടി അവർ ഹാളിലേക്ക് ധൃതിയിൽ ചെന്നു. വേഗം വന്നേ കിരൺ, തനിക്കൊരു കാര്യം കാണിച്ചു തരാം. അവളെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് പണ്ടേ തോന്നിയതാണ്. ഗായത്രി പറയുന്നത് കേട്ടതും കിരണിൻ്റെ ചുറ്റിനുമുള്ള ലക്ഷ്മിയും വരദയുമെല്ലാം അവർക്കൊപ്പം വന്നു. എന്താണ് മേഡം, എന്താണുണ്ടായത്? അവർക്ക് ആരെക്കുറിച്ചാണ് ഗായത്രി പറയുന്നതെന്ന് മനസ്സിലായില്ല. ഗായത്രിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഇതോടെ അനുപമയുടെ നല്ല മുഖംമൂടി അഴിഞ്ഞു വീഴും. അവൾ ചെയ്യാൻ പോകുന്നതും ചെയ്തതുമായ തെറ്റുകളെല്ലാം ഇവിടെയുള്ള ഓരോ ആളുകളും കാണണം. അവർ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. എന്തു പറ്റി? നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനാ തിടുക്കം കൂട്ടുന്നത്? എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? കിരൺ ദേഷ്യപ്പെട്ടുകൊണ്ട് ഗായത്രിയോട് പറഞ്ഞു. കിരൺ, നീ ഒന്ന് അടങ്ങുമോനെ. നിന്റെ ഇഷ്ടക്കാരിയുടെ തനി നിറം നിനക്കിന്ന് ഞാൻ കാണിച്ചു തരാം. അവർ അനുവിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഇതേ സമയം തൻ്റെ റൂമിലേക്ക് പമ്മി പതുങ്ങിയെത്തിയ റംസാനെ കണ്ട് അനുപമ അവനെ തുറിച്ചു നോക്കി. റംസാൻ വന്നു നിൽക്കുന്നത് തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബാലചന്ദ്രൻ്റെ പിന്നിലാണ്. അവളുടെ കൈകളിൽ പിടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബാലചന്ദ്രനും അവനെ സംശയത്തോടെ നോക്കി. റംസാൻ, ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ വിളിച്ചു. സാർ എന്താ ഇവിടെ? അവൻ പെട്ടെന്ന് ചോദിച്ചു. ബാലചന്ദ്രൻ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അയാൾ അവനോട് അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിച്ചു. റംസാൻ, താനെന്താണിവിടെ? അനുപമ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. സാർ, ഞാനിത് കിരണിൻ്റെ മുറിയാണെന്ന് കരുതി കയറിയതാ. അവനൊരു കള്ളം പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും പുറത്ത് ഗായത്രി എല്ലാവരെയും കൂട്ടി അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവർ പുറത്തു നിന്നും പൂട്ടിവച്ചിരുന്ന വാതിൽ തുറന്നു. എന്നാൽ വാതിലകത്തു നിന്നും റംസാൻ ലോക്ക് ചെയ്തു വച്ചിരിക്കുകയായിരുന്നു. അനുപമ, വാതിൽ തുറക്ക്. ഗായത്രി വാതിലിൽ ശക്തിയായി തട്ടി. അവർ ശബ്ദത്തിൽ അവളെ വിളിച്ചു. പുറത്തു നിന്നുള്ള ബഹളവും വാതിലിലെ തട്ടലും കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അകത്തു നിൽക്കുന്ന ബാലചന്ദ്രനും റംസാനും അനുപമയ്ക്കും ഒന്നും മനസ്സിലായില്ല. വാതിലിൻ്റെ അടുത്തായി നിന്നിരുന്ന റംസാൻ വാതിൽ പതിയെ തുറന്നു. അവൻ പതുക്കെ പുറത്തേക്ക് എത്തി നോക്കി. പുറത്ത് തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ട് അവനൊന്നു ഭയന്നു. ഗായത്രി മുന്നോട്ട് വന്ന് റംസാൻ്റെ നേരെ വിരൽ ചൂണ്ടി. അവൻ കിരണിനോടായി പറഞ്ഞു. ഇവൻ എന്താണ് അനുപമയുടെ മുറിയിൽ കാര്യം? കിരൺ മുന്നോട്ട് ചെന്ന് റംസാൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. റംസാൻ, താനെന്താണ് ഇവിടെ? കിരൺ അവനെ റൂമിന് വെളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ബാലചന്ദ്രനെയും അനുവിനെയും എല്ലാവരും ശ്രദ്ധിച്ചത്. ഇത്തവണ ഞെട്ടിയവരുടെ കൂട്ടത്തിൽ ഗായത്രിയും ഉണ്ടായിരുന്നു. ബാലട്ടൻ ഇതിനകത്തുണ്ടായിരുന്നോ? താൻ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും രാജേഷും രാജേഷിൻ്റെ വീട്ടുകാരും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നു. ഇവരെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? രാജേഷ് ലക്ഷ്മിയോടായി ചോദിച്ചു. പെട്ടെന്ന് റംസാൻ മുന്നോട്ട് വന്നു. കിരൺ,
എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് നീ എന്നോടല്ല ചോദിക്കേണ്ടത്, അത് നിൻ്റെ പപ്പയോടാണ്. ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അനുപമയ്ക്കൊപ്പം നിൻ്റെ പപ്പ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തിനിവിടെ വന്നു എന്ന് താൻ ചോദിക്കുന്നില്ലേ? വിളിച്ചു വരുത്തിയ ഗസ്റ്റുകളുടെ മുൻപിൽ സ്വയം അപമാനിക്കപ്പെട്ടവനായി കിരണും ബാലചന്ദ്രനും നിന്നു. ചുറ്റിനും നിന്ന് സംശയത്തോടെ തങ്ങളെ നോക്കുന്നവരോടായി എന്തു പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അനുപമയും നിന്ന് ഉരുകുകയായിരുന്നു. ഇവളെപ്പോലൊരു അഴിഞ്ഞാട്ടക്കാരിക്ക് വേണ്ടിയാണോ നീ അന്ന് എന്നെ അടിച്ചത്? റംസാൻ കിരണിനെ നോക്കി ചോദിച്ചു. റംസാൻ വീണ്ടും എന്തും പറയാൻ വന്നതും കിരൺ അവനെ തടഞ്ഞു. വേണ്ട വേണ്ട റംസാൻ, ഇനിയും നീ അവളെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കാൻ പാടില്ല. കിരൺ ക്രിസ്റ്റഫറിന് നേരെ തിരിഞ്ഞു. ക്രിസ്റ്റി, നീ വേഗം ഇവനെയും വിളിച്ച് ഇവിടുന്ന് പോ. ക്രിസ്റ്റഫർ ബലമായി റംസാനെ കൂട്ടിക്കൊണ്ടുപോയി. ചുറ്റിനും കൂടി നിന്ന ആളുകൾ പതിയെ പതിയെ അവിടെ നിന്നും അകന്നുപോയി. അനുപമ തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അവൾ തൻ്റെ കട്ടിലിലേക്ക് വീണ് മുഖം പൊത്തി പൊത്തി കരഞ്ഞു. സമയം വൈകുന്നേരമായിരുന്നു. കിരൺ അനുപമയ്ക്കരികിലേക്ക് ചെന്നു. അനു, സംഭവിച്ചതിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അവൾ മുഖമുയർത്തി അവനെയൊന്ന് നോക്കി. അവൾ പതുക്കെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. താൻ എന്നോട് മാപ്പ് ചോദിച്ചത് കൊണ്ട് എന്തു പ്രയോജനമുള്ളത്? ദോഷക്കാരിയായത് ഞാനല്ലേ? അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. സോറി അനു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നിന്നോട് ദേഷ്യം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നിനക്ക് ചുറ്റിനുമുണ്ട്. ഞാൻ അല്പം കൂടി നിന്നെ കെയർ ചെയ്യണമായിരുന്നു. തെറ്റെൻ്റെ ഭാഗത്താണ്. ഇനി ഒരിക്കലും ഞാൻ നിന്നെ തനിച്ചാക്കില്ല. അവൻ്റെ മുഖത്ത് അവളോട് സ്നേഹം നിറഞ്ഞു. ആ കണ്ണുകളിലെ പ്രണയം അവനെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ നോട്ടവും സംസാരവും ഒന്നും അനുപമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ സഹോദരനാണ് എന്ന് അവളുടെ മനസ്സ് 1000 പ്രാവശ്യം അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ കിരണിനെ ബലമായി തള്ളി റൂമിന് വെളിയിൽ കൊണ്ടുപോയി നിർത്തി. പ്ലീസ് കിരൺ, താനിനി എന്നോടിങ്ങനെ അടുപ്പം കാണിക്കരുത്. തൻ്റെ കീഴിൽ ജോലിക്ക് വന്ന ഒരു സ്റ്റാഫിലപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അവൾ വാതിൽ ശക്തിയായി കൊട്ടിയടച്ചു. ആകാശം പുതിയൊരു പാട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.